ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്യാരിയിങ് ബാഗ് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നതാണ്. നമുക്ക് ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഞാൻ ഒരുപാട് ലേസുകളും അതുപോലെ സിബുകളും ഒക്കെ എനിക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള പല സാധനങ്ങളും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വേസ്റ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ, ഇതൊരു വേസ്റ്റ് ക്ലോത്താണ്, ഇതിൻ്റെ കളറൊക്കെ കണ്ടാൽ അറിയാം ഫെയ്ഡായിട്ടുണ്ട്. അതുപോലത്തെ ഒരു വേസ്റ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയൊരു പീസ് തന്നെ മതി. എന്നാൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള അത്യാവശ്യം വലുപ്പവും നീളവും ഒക്കെയുള്ള അത്യാവശ്യം നല്ല ഒരു ബാഗ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, നമ്മളിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളും ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് കട്ടിങ്ങും ഒരുപാട് സ്റ്റിച്ചിങ്ങും ഒന്നുമില്ല. ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോർമൽ സിബ്, നമ്മൾ മാക്സിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമൽ സിബ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിക്കാൻ പറ്റും. നല്ലൊരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ക്ലോത്ത് എടുത്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.